ഹായ് ഫ്രണ്ട്സ്, പറ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അന്ന ക്രിസ്റ്റ മോളാണ്. നമ്മള് പാലായിലാണ്. അപ്പോ ഞങ്ങളൊരു പാലായ കല്യാണത്തിന്റെ തലേ ദിവസമൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോ മധുരം വെപ്പ, കല്യാണത്തിന് മുമ്പുള്ള മധുരം വെപ്പാണ്. ലിറ്റോ ചേട്ടന്റെ ലിറ്റോ ചേട്ടന്റെ അല്ലേ മധുരം വെപ്പൊക്കെയാണ്. അപ്പൊ അതിന് ഞങ്ങൾ എല്ലാരും വന്നിരിക്കല്ലേ. ഞങ്ങള് വെളിനാട്ടൂന്ന്, ചേർത്തലേന്ന് അല്ലേ. അന്നക്രിസ്റ്റയൊക്കെ എവിടുന്നാ വന്നേ? ചേർത്തല അല്ലേ. അന്നക്രിസ്റ്റ മോള് ചേർത്തലേന്ന്. ഞങ്ങള് വന്നത് എവിടുന്നാണ്? നമ്മള് വന്നത് വെളിനാട്ടൂന്ന്. വരും, ഇപ്പം വരും. ആരോണെ ഇവിടെ തൊട്ടടുത്തുള്ള പാലായില് ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള പയ്യനാട്ടോ. അവനിപ്പോ വരും. അവനിവിടെ എല്ലാ കാര്യത്തിനും അവൻ ഓടി വരുന്ന. അപ്പൊ അവനിപ്പോ വരും. അവൻ മുമ്പേ വന്നപ്പോ കണ്ടായിരുന്നോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ 40 ഞാനിപ്പോ വന്നിരിക്കുന്നത് പാലായിലാണ് കേട്ടോ. പാലായില് എന്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ചിരിക്കുന്ന പാലായിലാണ് കേട്ടോ. അപ്പൊ പാലായില് ഇന്നിപ്പം ആ മൂത്ത പെങ്ങളുടെ അവരുടെ മൂത്ത മകന്റെ, അവർക്ക് 2 മക്കളാണ്, 2 ആമക്കളാണ്. അതിലെ മൂത്ത മകന്റെ കല്യാണമാണ്. അപ്പൊ അതിന്റെ മനസ്സമ്മതം കഴിഞ്ഞല്ലോ. മനസ്സമ്മതം കഴിഞ്ഞു. ഇന്ന് കല്യാണത്തിന് മുമ്പുള്ള മധുരം വെപ്പല്ലേ. അപ്പൊ ആ ചടങ്ങിന് ഞങ്ങൾ വന്നിരിക്കുക കേട്ടോ. മധുരം വെപ്പാണ്. അപ്പൊ അത് വൈകിട്ടാണ് കേട്ടോ. വൈകിട്ടൊരു 6:45 വികാരിയച്ഛനൊക്കെ വരും. വികാരിയച്ഛനൊക്കെ വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബന്ധുമിത്രാദികൾ ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കുറേശ്ശെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നു അല്ലേ. ഇനിയും വരാനുണ്ട് ആൾക്കാരൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം വന്നത് അല്ലേ. അപ്പോ നമ്മള് ഈ ചടങ്ങില് ഞങ്ങള് വന്നിരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. ഞങ്ങളുടെ വീഡിയോ കാണുന്ന വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം. ആൻഡോൻ വരുവേ. അവൻ വരട്ടെ. അവൻ വരും, ഇപ്പൊ വരും കേട്ടോ. അവൻ അവിടെ ഒരുങ്ങുവാന്ന് തോന്നുന്നു. അവൻ വരട്ടെ. അപ്പം കണ്ടോ, ഇപ്പൊ വരും. അപ്പൊ ഞങ്ങൾ ഇവിടെ വീടൊക്കെ അവര് ഒരുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവര് ലൈറ്റും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ കേറ്ററിംഗ് ആണ്. ഇവിടെ ഫുഡും ഒക്കെ ബൊഫയാണ്. അപ്പൊ അതൊക്കെ അവര് ഇവിടെ വൈകിട്ടത്തേക്കൊക്കെ അതെല്ലാം റെഡിയാണ്. അപ്പൊ അതിന്റെ പരിപാടി ഒരു സൈഡിൽ നടക്കുന്നു. ഞങ്ങൾ വേറൊരു സൈഡിൽ കണ്ട് ഒഴിഞ്ഞു മാറി നിന്നാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. വീടിന്റെ ഒരു സൈഡിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് ഞങ്ങളുടെ ഈ ലൈവിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അവൻ അവിടെ കയറി ഇരിക്കുവാണേ. അവനോട് നമുക്ക് വരാൻ പറയാം. അവനിപ്പോ വരും കേട്ടോ. അവൻ ഈ മൂത്ത ചേച്ചിയുടെ വീടിനടുത്തുള്ള വീടിനോട് ചേർന്നുള്ള വീട്ടിലെ ഒരു പയ്യനാ കേട്ടോ. ഇവളുടെ പ്രായമുള്ള കൊച്ചനാ. അതാണ് അവൻ ഇനി ആരോൺ വന്നില്ല എന്നൊക്കെ പറയുന്നത്. ആൻഡോൺ. ഇവളുടെ വീടിന്റെ അവിടെയുള്ള ഇവളുടെ കളിക്കൂട്ടുകാരന്റെ പേര് ആൻഡോൺ എന്നാ കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോ ആരോൺ, പേരിന് ചെറിയൊരു സാമ്യമുണ്ട്. അത് തന്നെ. അപ്പൊ ഇപ്പൊ ഞങ്ങളിത് ഇപ്പൊ ഇവിടെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ വീടിന്റെ ചെടിയിലും ഇവിടൊക്കെ അവര് ലൈറ്റും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോ വൈകിട്ട് 6:45 നമ്മുടെ വികാരിയച്ഛനൊക്കെ ഇവിടെ വരും. അപ്പോ നമ്മളുടെ ലൈവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. പിന്നെ ചെടിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ചെടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വീട് അവര് ചെയറും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെയറും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അറിയാം നമ്മുടെ സാറാമ്മ ചേച്ചിയുടെ. അയ്യോ, കറക്റ്റ് ആയിട്ട് അറിഞ്ഞല്ലോ. അല്ല, അയ്യോ മീന ചേച്ചിയാണോ? അയ്യോ എനിക്കറിയില്ല. അല്ല, ഒത്തിരി ഷേപ്പും അറിയും. ഓക്കെ നമ്മുടെ ലൈവാ കേട്ടോ. അയ്യോ, എനിക്ക് ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ടോണ്ടാ. എനിക്കിട്ട് നല്ലൊരു പണി തന്നു കേട്ടോ. അത് കൊള്ളാം. നമ്മളെ ഒരുപാട് നല്ല ഇപ്പൊ ചേച്ചി അമേരിക്ക തന്നെയല്ലേ? ചേച്ചിയൊക്കെ അമേരിക്കയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മളുടെ പറഞ്ഞു വന്ന വഴിക്ക് എന്നെ ഒന്ന് കളിപ്പിച്ച്. കുഴപ്പമില്ല ചേച്ചി. സാറാമ്മ ചേച്ചി എനിക്കിട്ട് പണി തന്നാ. ഇപ്പൊ ഞാനെന്താ ചെയ്യാ? അതെ കുഴപ്പമില്ല.
ഇപ്പൊ എല്ലാരും വന്നോണ്ടിരിക്കുന്നു. നമ്മള് വീട്ടിലേക്ക് എല്ലാരും വന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ വികാരിയച്ഛനൊക്കെ ഇപ്പൊ എത്തും. പള്ളിയിൽ നിന്ന് ഇപ്പൊ അച്ഛനൊക്കെ എത്തും കേട്ടോ. സാറേ കേട്ടോ, ചേച്ചിയെ പാവം എന്നെ കൊണ്ട് വിളിപ്പിച്ച് പാവം. എല്ലാരും ഇപ്പൊ നമ്മുടെ വികാരിയച്ഛനൊക്കെ ഇപ്പൊ എത്തും. അപ്പം നമ്മളെ എല്ലാ ബന്ധുമിത്രാദികളും വന്നോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫുഡിന്റെ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടാണ് നമ്മളെല്ലാരും കൂടെ കൂടിയ ഒരു ആഘോഷമാണ് വൈകിട്ട്. നിങ്ങൾ എവിടെയുള്ള ഇവിടെ തന്നെ ഉള്ളതാണോ? പാലക്കാര. ഓക്കെ. നമുക്ക് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അതിൻ്റെ ഇതാണ്. അപ്പം നമ്മൾ ഇവിടെയാണ്. ഇപ്പം നമ്മളൊരു ചെറിയ രീതിയിലൊരു പരിപാടിയൊക്കെ വൈകിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീടിൻ്റെ ഒരു മുറ്റത്തായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ആളുകളൊക്കെ എല്ലാവരും വന്ന് ബന്ധുമിത്രാദികളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇളയളിയച്ചാറുണ്ട്. കണ്ടില്ലേ ജോസിയിലെ അവിടെ മൂത്തളി. ഇതേക്കാണ് എനിക്കിട്ട് എപ്പോഴും പണി തന്നത്. പിന്നുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റ പടിയായി പോയി കഴിവായത്. ചേച്ചി എന്നാ ഉണ്ട് ചാർജ് ചെയ്യാൻ പറ്റി? അപ്പൊ എല്ലാരും വന്ന ആഘോഷത്തിലാണ് കേട്ടോ. എല്ലാരും വന്ന ഞങ്ങള് ആ ഒരു സന്തോഷത്തിലൊക്കെയാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ വികാരിയേശം വന്നതിന് ശേഷം ഇവിടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ മധുരം വെപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ലൈവിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെയാണ് എന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്കൊരു വലിയ എനർജിയൊക്കെ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ആ എനർജി എന്ന് പറയുന്നത് എന്താണ്, വല്ലാത്തൊരു ഇതാണ്. കാരണം ഞാനത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താണ്, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് നമുക്ക് എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലുതാണ്. കാരണം ഞാൻ എവിടെ പോയാലും ഇപ്പം ഞാനിപ്പം ഹൈദരാബാദിൽ പോയി വീഡിയോ ഇട്ടപ്പോഴും ഒക്കെ നമുക്ക് ഒരുപാട് നല്ല കമന്റ്സ് വന്നു കേട്ടോ. അതുപോലെ ഡൽഹി വീഡിയോ വരാൻ കിടക്കുക കേട്ടോ. ഹൈദരാബാദ് വീഡിയോ തീർന്നിട്ടില്ല. അപ്പോൾ ഇതിന് ശേഷം ഡൽഹിയിൽ പോയ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ കാണിക്കാം. ചിലർ ചോദിച്ചായിരുന്നു ഹൈദരാബാദ് വീഡിയോ മാത്രമേ ഉള്ളൂ, ഡൽഹിക്ക് പോയപ്പം ആ വീഡിയോ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹിയിലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ ഒക്കെ കാണിക്കാം. അപ്പം ഹൈദരാബാദിലെ ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പോയതിൻ്റെയൊക്കെ കണ്ടതിൻ്റെയും ഒക്കെ ഇതാണ്. ഒരുപാട് നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു ഇതാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങൾ കാണുക, അതുപോലെ തന്നെ ഫുഡിൻ്റെ പ്രൊമോഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഹോട്ടലൊക്കെ നടത്തി എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല ഫുഡ് കഴിക്കുക, ആസ്വദിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫുഡ് എവിടെ കണ്ടാലും നല്ല ഫുഡാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കയറി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ചേ കഴിച്ചുള്ളൂ, അത് ഞാൻ കഴിക്കും, ആസ്വദിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ തനതായ രുചിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹൈദരാബാദ് ഞാൻ പോയപ്പം ഹൈദരാബാദ് ബിരിയാണി പരീക്ഷിച്ചതിൻ്റെ കാര്യം, അതും ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഹോട്ടലിൽ പോയ കേട്ടോ. അതായത് അതിൽ സ്പെഷ്യലിസ്റ്റ് ആയ ആൾക്കാർ, അതിൻ്റെ കുക്ക്, അതിൻ്റെ ഏറ്റവും നല്ല കൈകാര്യം ചെയ്യുന്ന ഏറ്റവും നല്ല ഹോട്ടലാണ് ഞാൻ കഴിച്ചത് ഹൈദരാബാദിൽ പോയിട്ട്. കാരണം അവിടുത്തെ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് അവിടുത്തെ ഹൈദരാബാദിലുള്ള ഏറ്റവും നല്ല മുന്തിയ ഹോട്ടലാണ്. അവിടെ കയറി കഴിച്ചതിൻ്റെ കാര്യം, അവിടെയുള്ള ടാക്സി ഡ്രൈവർ, എൻ്റെ കൂടെയുള്ള ആ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചില്ലേ, അവിടുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇതാണ് ഇവിടെ ഏറ്റവും നല്ല ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് കഴിച്ചത്. കാരണം നമുക്കറിയണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തെ പറ്റി അറിയണം, ആ സ്ഥലത്തിൻ്റെ ഫുഡും കാര്യങ്ങളും അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയണം. അതുകൊണ്ടാണ് അത് പോയി. ഞാൻ നിങ്ങളിലേക്ക് അതൊന്ന് എത്തിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഹൈദരാബാദ് ബിരിയാണിയൊക്കെ കഴിക്കാറുണ്ട്.
കഴിക്കാറുണ്ട് അല്ലേ. ഇപ്പം ഞാനും ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് ഞാൻ മനസ്സിലാക്കിയത് ഹൈദരാബാദിൽ പോയിട്ട് അവിടുത്തെ ആ ഹോട്ടലിൽ പാരഡൈസിൽ പോയി കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്താ ടേസ്റ്റ് എന്നറിയോ, ശരിക്കും ആ ഒരു റൈസിന്റെ ആ മസാലയിലും ഒക്കെ അതിന്റെ ഓരോ ഇതിലും നല്ല ഇതാണ്. മസാല കൂട്ടിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ആ ഇറച്ചിയിലൊക്കെ ഞാൻ അതിന്റെ ചിക്കന്റെയും കുറെ എടുത്ത് കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത അന്ന് ഇതാണ് മട്ടനാണ്. പക്ഷെ മട്ടൺ ഞാൻ കഴിച്ചു. മട്ടൺ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ചിക്കന്റെ അറിയേണ്ടതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പീസ് എടുത്ത് കഴിച്ചു. റൈസ് എല്ലാം സെയിം ആണല്ലോ. പിന്നെ പീസ് എടുത്ത് കഴിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റിയാണ്. നല്ല ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പൊ അതൊക്കെ ഞാനതെടുത്തു നിങ്ങളെ കാണിച്ചു. അതാ പറഞ്ഞേ, ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങളെ കൂടിയൊക്കെ ഒന്ന് കാണിക്കാറുണ്ട്. കാരണം അത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ അത് കാണിക്കുന്നത്. ചിലപ്പോൾ ഞാനത് ചിലതിലൊക്കെ ലൈവ് വരുന്നുണ്ട്. പിന്നെ അല്ലാത്തത് ഞാൻ നിങ്ങളെ വീഡിയോ ആക്കി എടുത്തിട്ട് അത് പിന്നീട് ഇട്ട് തരും. കാരണം ഇപ്പോൾ നമുക്ക് അടുപ്പിച്ച് ഒന്നിച്ച് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കി വെച്ചത്. അത് നമുക്ക് കുറേശ്ശെ നമുക്ക് ഓരോ സ്ഥലത്തിന്റെ കുറേശ്ശെ നമുക്ക് കാണിക്കാമല്ലോ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വീഡിയോ ആക്കിയത്. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടതിനും ഒക്കെ സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാം ഒന്ന് കാണുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ പുതിയ ആൾക്കാരൊക്കെ വന്നവർക്ക് നമ്മളുടെ ഈ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. സോണിച്ചൻ ആന്റണി എന്ന് പറഞ്ഞ ഫേസ്ബുക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സോണിച്ചൻ ആന്റണി. അതുപോലെ ഇൻസ്റ്റാഗ്രാമും സോണിച്ചൻ ആന്റണി എന്ന് കേട്ടോ. ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ എവിടെ എൻ്റെ വീഡിയോ കണ്ടാലും ഒരു ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ല. പിന്നെ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു തരാനുള്ളതെന്ന് ഒരു റിക്വസ്റ്റാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹൈദരാബാദിലും അതുപോലെ ഡൽഹിയിലൊക്കെ പോയിട്ട് ചെയ്തിട്ട് അത് നിങ്ങളെ കൂടെ കാണിക്കുന്നത് നമ്മുടെ ഒരു സന്തോഷവും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ്. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്നോട് പലരും നമ്മളോട് കുശലാന്വേഷണമൊക്കെ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ എന്നോട് ഇപ്പം തന്നെ ഒരുപാട് പേര് ചോദിച്ചു, ഹൈദരാബാദിലും ഡൽഹിയിലും പോയിട്ട് ഡൽഹിയിലെ വീഡിയോ എന്ത് ചെയ്യും, ഹൈദരാബാദിലെയും തന്നെ ഫുള്ള് തീർന്നിട്ടില്ല, കുറേ വീഡിയോയും കൂടെ ഉണ്ട്, പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതിങ്ങനെ കുറേശ്ശെ ഇട്ട് നിങ്ങളെ മുഴുവൻ കാണിക്കും. ഇപ്പം ലാസ്റ്റ് നമ്മളിട്ട ഹൈദരാബാദി ബിരിയാണിയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അതൊക്കെ ശരിക്കും അവിടുത്തെ ആ ഒരു എന്തോ ഒരു ടേസ്റ്റ് ആണെന്നറിയാം, പറഞ്ഞറിയിക്കാൻ വാക്കില്ല. ഹോട്ടലിലൊക്കെ അത് ശരിക്കും അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ഒരു മസാലക്കൂട്ടൊക്കെയാന്ന് തോന്നുന്നു. അതിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ. പിന്നെ ഇനിയും കിടക്കുന്നു ഒരുപാട്, എയർപോർട്ടിലേക്ക് ഒരുപാട് വീഡിയോ കിടക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്ത് പോയതിൻ്റെ ഇനിയിപ്പോൾ ഒരുപാട് വീഡിയോസ് കിടക്കുന്നു. ഞാനത് പറയുന്നതിനേക്കാളും കൂടുതൽ കാണുക. ഒരുപാട് നല്ല നല്ല സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പോലും ഹൈദരാബാദിലും ഡൽഹിയിലും ഒക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴും അതുപോലെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് വന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കാണിക്കാം. ഡൽഹിയിലൊക്കെ വെച്ച് നമ്മുടെ മലയാളീസൊക്കെ വന്ന് എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ ഒക്കെ എടുക്കുകയും എൻ്റെ വീഡിയോയിലൊക്കെ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എവിടെ ചെന്നാലും നമ്മളെ ഇപ്പോൾ അറിയാവുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവരെ മനസ്സിലായില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നേച്ച് സോണിച്ചനല്ലേ എന്നും പറഞ്ഞ് വന്ന് പരിചയപ്പെട്ട് നമ്മളോട് നിന്ന് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ, ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടൊക്കെ അവിടെ നിന്ന് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷം. കാരണം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം തന്നെ. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ അവർ മനസ്സ് കാണിക്കുന്നതൊക്കെ. എനിക്കും അത് തന്നെ, എൻ്റെ കൂടെ നിന്ന് അവർ ഫോട്ടോ എടുക്കുന്നതിലൊക്കെ ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം അത്രമാത്രം നമ്മളെ അവർ സ്നേഹിക്കുകയും നമ്മളോട് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ പാലായിൽ വന്നത്, ഞാൻ എൻ്റെ മൂത്ത പെങ്ങളുടെ, എനിക്ക് രണ്ട് സഹോദരിമാരാണ്. ഞാൻ ഒറ്റയാണേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനാണ് വീട്ടിലെ ഇളയത്. അപ്പം എൻ്റെ മൂത്തതാണ് ഈ രണ്ടുപേരും. അപ്പോൾ മൂത്തയാളെ കെട്ടിച്ചിരിക്കുന്ന പാലായിലെ, രണ്ടാമത്തെ ആളെ കെട്ടിച്ചിരിക്കുന്ന ചേർത്തല. അപ്പോൾ എൻ്റെ മൂത്ത പെങ്ങളുടെ ലില്ലിക്കുട്ടി എന്നാണ് അവളുടെ പേര്. അവളുടെ കെട്ടിച്ചിരിക്കുന്ന പാലായിലാണ്. അപ്പോൾ പാലായിലെ അവൾക്ക് 2 ആമക്കളാണുള്ളത്. അപ്പോൾ അതിൽ മൂത്ത മകൻ്റെ മനസ്സമ്മതം കഴിഞ്ഞു. കല്യാണം അടുത്ത ദിവസമാണ്. അപ്പം ഈ പറഞ്ഞ കണക്ക് വ്യാഴാഴ്ചയാണ് കല്യാണം വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ഞായറാഴ്ച വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ മധുരം വെപ്പ് വെച്ചതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും കൂടെ കൂടാവില്ല, ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും. ഇന്നിപ്പോൾ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പം ഞായറാഴ്ച ആകുമ്പോൾ തന്നെ എല്ലാവർക്കും വന്ന് ഒത്തുകൂടാനും ഈ മധുരം വെപ്പിലൊക്കെ പങ്കെടുക്കാനും
സന്തോഷം പങ്കെടുക്കാനും പ്രാർത്ഥന കൊടുക്കാനും ആശംസകൾ നേരാനും പ്രാർത്ഥന നേരാനും കൊടുക്കാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു നല്ല അവസരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞായറാഴ്ച തിരഞ്ഞെടുത്തത്. പിന്നെ അതുമല്ല തലേദിവസം ആകുമ്പോൾ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഉറക്ക ക്ഷീണവും കാര്യങ്ങളും, രാത്രി നേരം വെളുക്കുന്നതിന് വരെയൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളും ഫംഗ്ഷനും ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ ഞായറാഴ്ചയാക്കിയത്. ഇനി കല്യാണം ഈ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ വ്യാഴാഴ്ച ഈ പറഞ്ഞ കണക്ക് കല്യാണം. അപ്പോൾ അതിനും ഞാൻ വരുന്നുണ്ട്. അതും പാലായിൽ തന്നെയാണ് കേട്ടോ. അപ്പം പാലായിലെ പള്ളിയിൽ വെച്ചാണ്. അപ്പം ഞാൻ അതിനും വരുന്നുണ്ട്. അപ്പം ഇന്ന് വീട്ടിൽ വെച്ചാണ് കേട്ടോ മധുരം കൊടുക്കുക. അത് നമ്മുടെ വികാരി അച്ഛൻ, ഈ പള്ളിയുടെ ഇടവക വികാരി ഇവിടെ എത്തും. ഇവിടെ എത്തി ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിനുശേഷം കേക്കൊക്കെ മുറിക്കും. അതിനുശേഷം മധുരം വെപ്പും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഒക്കെ നേർന്നിട്ട് അങ്ങനെയാണ് സമാധാനം. അപ്പം പ്രാർത്ഥന ഇവിടെ ഫുഡും അതിനുശേഷം ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കേറ്ററിംഗ് ബൊഫയൊക്കെയാണ്. അപ്പോൾ അവർ ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അപ്പം അതിൻ്റെ ഒരു ഇപ്പം അച്ഛൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ നിങ്ങളെ ബന്ധുമിത്രാദികളെയൊക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാം വീടിനുള്ളിലാണ്. ഞാൻ വീടിന് പുറത്തേക്ക് പോയിട്ട് എനിക്ക് പേഴ്സണലി കുറച്ചിങ്ങനെ സംസാരിക്കാനുള്ള ഇതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് നിന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുമല്ലോ. അവരവിടെ വർത്താനം പറയുന്നതിനിടയ്ക്ക് അവരുടെ വർത്താനത്തിനും ഒക്കെ നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുത്തണ്ട, തടസ്സം വരുത്തണ്ട. അപ്പോൾ അവർ ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കട്ടെ. അവരെല്ലാം ഞാൻ അതുകൊണ്ടാണ് ജസ്റ്റ് ആദ്യമേ തന്നെ വന്നപ്പോൾ കാണിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ചടങ്ങ്. ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇന്ന് ഒരു ചെറിയ മഴയൊക്കെ ഇപ്പോൾ പെയ്തു കേട്ടോ. അപ്പോൾ എല്ലാം മാറി, നല്ല ക്ലിയർ കാലാവസ്ഥയായി, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. അവയെല്ലാം നല്ല അനുഗ്രഹീതമായി. കാരണം എന്താ വെച്ചാൽ മഴയൊന്നും ഇല്ലാതൊക്കെ നല്ല ഒരു അന്തരീക്ഷം. ഇനിയിപ്പം മഴയൊന്നും കാണുന്നില്ല, കാർമേഘമൊന്നും കാണുന്നില്ല. ഏതായാലും തെളിഞ്ഞ കാലാവസ്ഥ. ഏതായാലും ദൈവത്തിന് നന്ദി, സ്തുതിയായിരിക്കട്ടെ. കാരണം ഇത്രയും നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ നടത്താനും അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. മഴയൊക്കെ ഒന്ന് മാറി നിന്ന് ഈ ചടങ്ങൊക്കെ നല്ലതായിട്ട് നടത്താനൊക്കെ സാധിച്ചത്. അതുപോലെ തന്നെ മനസ്സമ്മതമാണേലും ജൂൺ മാസം കഴിഞ്ഞ ജൂൺ മാസത്തിലൊക്കെ തുടക്കത്തിൽ നല്ല മഴയല്ലായിരുന്നു. പക്ഷെ നമ്മളുടെ ആ മനസ്സമ്മതത്തിന്റെ സമയം ആ ചടങ്ങ് കഴിയുന്നിടം വരെ ഒരു മഴയും പെയ്തില്ല. അതൊരു വലിയ അനുഗ്രഹമായി. അതിനുശേഷമാണ് മഴയും കാര്യങ്ങളൊക്കെ വന്നത്. അത് നമുക്കൊരു അനുഗ്രഹമായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ ഒരു ഇടപെടലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്. എൻ്റെയും എൻ്റെ ബന്ധുമിത്രാദികളുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം നമ്മളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, നമ്മുടെ അയൽക്കാരായിക്കോട്ടെ, നമ്മുടെ നാട്ടുകാരായിക്കോട്ടെ, നമ്മളെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തി ആയിക്കോട്ടെ, എല്ലാവരും നന്നായി കാണുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം. കാരണം പ്രത്യേകിച്ച് എൻ്റെ ഫോളോവേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരാളുടെ മോശമെന്ന് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ അവരുടെ സങ്കടം കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അവരുടെ സന്തോഷം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുവന്ന നിങ്ങൾക്ക് ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ അവരിത് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ ഇവർ വന്നിട്ടുണ്ട്. എടുത്തോ അപ്പം അപ്പോൾ അതാ നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് അവരുടെ പയ്യൻസിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പേരെന്താ? ബിനു. ബിനു ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ. അപ്പോൾ അതാ അവൻ്റെ ഫോട്ടോ. ഇതാണ് നമ്മുടെ പയ്യൻ, അതാ കല്യാണ പയ്യൻ ഇതാണ് കേട്ടോ. ഹായ് ഒക്കെ പറഞ്ഞു. ഹായ് ലൈവാ. അപ്പം നമ്മുടെ കല്യാണച്ചക്കൻ എൻ്റെ മൂത്ത പെങ്ങളുടെ മൂത്തവനാണ് കേട്ടോ. മൂത്ത ആളാണ്. ഇദ്ദേഹത്തിൻ്റെയാണ് കല്യാണം. ഇവൻ്റെ പേര് ലിറ്റോ എന്നാണ്, ലിറ്റോ. അപ്പം ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് ഇനി അവൻ്റെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. പിന്നെ ബിജു ഒക്കെ ഇപ്പോൾ വന്നായിരുന്നു. നമ്മുടെ ബിജു ആണ് നമ്മുടെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനാണ്. അപ്പോൾ അവരും വന്നിട്ട് എത്തിച്ചേർന്നു. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിജുവിൻ്റെ മോനാണ് അപ്പു. അവനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്ന്. അപ്പം നമ്മളുടെ ഇനി അച്ഛൻ വരേണ്ട ഒരു കാര്യമുള്ളൂ. ബാക്കി എല്ലാവരും അത്യാവശ്യം വന്നു. ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, കടപ്പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഇന്ന് എല്ലാ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഏതാണ്ട് സന്ധ്യാസമയമാകുന്നു. അപ്പം പ്രാർത്ഥനയ്ക്കൊക്കെ സമയമാകുന്ന അച്ഛനിപ്പോൾ എത്തും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭ രാത്രി നേരുന്നു, ഒരു നല്ല സായാഹ്നം നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ. നല്ല ഒരു ഈവനിങ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ലത് വരട്ടെ.
നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം, താങ്ക് യു.